മീഡിയ നമ്മുടെ കൊയിലാണ്ടി വന്ന ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി തിരിച്ച് ഓൺലൈനിലേക്ക് സജീവമായിട്ടല്ലേ സോഷ്യൽ മീഡിയ രംഗത്തേക്ക് സജീവമായി എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കണ്ടേ. ഇവളെ ആർക്കും പിന്നെ അമ്മ പരിചയപ്പെടുത്തി തന്നാല. ഇത് ജസ്ന സെലിം, ഈ തട്ട വിടാണ്ട് യൂട്യൂബറായിട്ട് നടക്കുന്ന ഒരു വളിൽ ഒരു വൾ. അപ്പോൾ ഇവൾ ഈ പറഞ്ഞ ഈ പെണ്ണ് ഈ കൊയിലാണ്ടി എന്ന് പറഞ്ഞില്ലേ, പത്തനംതിട്ടയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് അബോർഷൻ ചെയ്യാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഇതിനിടെ ഒരു വീഡിയോ ഇട്ടിന് ഇവള്. അതിലുള്ള ഒരു സ്മിതി എന്ന് പറയുന്ന പെണ്ണിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവളിന്ന് പറയുന്നത്. നമ്മളുണ്ടല്ലോ, ആദ്യം നമ്മൾ നന്നാവണം, എന്നിട്ടേ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല. നമ്മളിത് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആ സ്വഭാവം ഒന്ന് നിർത്തി. പിന്നെ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ചേച്ചി നിരപരാധിയാണ്. അത് കാലം നിന്റെ വീട്ടുകാർക്ക് ഒരു ദിവസം മനസ്സിലാക്കി കൊടുക്കും, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക്. എന്ത് മനസ്സിലാക്കി കൊടുക്കാൻ? ഈ പറയുന്നത് ഒരു നല്ലൊരുവളാണെങ്കിൽ ആ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. പറയുന്നവരെ ആ ഒരു സ്റ്റാറ്റസ് ആദ്യം നോക്കണം. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ആദ്യം നോക്കണം, എന്നിട്ടേ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടുള്ളൂ. നമ്മൾ നല്ലതായിരിക്കണം എന്നെങ്കിലും മറ്റുള്ളവരത് വിശ്വസിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ മോശമായിട്ട് നിന്നിട്ട് മറ്റുള്ളവരെ മോശമായിട്ട് ചിത്രീകരിക്കുമുണ്ടല്ലോ, അത് നിന്നെപ്പോലത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ നീ ജസ്ന സലീം എന്നും പറഞ്ഞിട്ട് പേരിട്ട്, നിൻ്റെ ആ വീട്ടിന് മാഷാ അള്ളാന്നും പേരിട്ട്, എന്നാൽ നീയാണ് ഒരു പബ്ലിക്കിലേക്ക് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ ഇടുന്നു. ഒരു തലയിലൊരു തട്ടം വരെയുണ്ട്. തട്ടം നീ പണ്ടേ ഉപേക്ഷിച്ചിന്, പക്ഷേങ്കിൽ ആ തട്ടം ഉപേക്ഷിക്കുമ്പോൾ എന്തുകൊണ്ട് നീ അറബി അക്ഷരം ഉപേക്ഷിച്ചിട്ടില്ല? നീ ഇപ്പം നിൻ്റെ വീട്ടിൽ മാഷാ അള്ളാന്ന് എഴുതി വെച്ചു അല്ലേ? അപ്പോൾ ഇസ്ലാമിനോട് വെറുപ്പായിട്ടായിരിക്കും നീ തട്ടം ഉപേക്ഷിച്ചു. എന്നാൽ നീ എന്തുകൊണ്ട് ആ അറബി അക്ഷരം ഉപയോഗിച്ചിട്ടില്ല? എടോ, കാരണം എന്ന് വെച്ചാൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞവരായിരിക്കണം. ഇതിലൊരു 2-3 ആൾക്കാരുണ്ട്. മുസ്ലിമാന്ന് മുദ്രയും കുത്തിയിട്ട്, നമ്മൾ മുസ്ലിമാന്ന് മുദ്രയും കുത്തിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു ഷാൾ എടുത്തിട്ട് നിങ്ങൾക്ക് തലയിലിടണ്ട പോട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ഒരു മറക്കാനെങ്കിലും എന്താ പറയുക, പഴയ ശാസ്ത്രത്തിലെങ്കിലും പറയുന്നുണ്ട്. അതുപോലും ചെയ്യാത്ത നിങ്ങളാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കുറ്റം പറയും അല്ലേ? ഇതേപോലത്തെ ഒന്നുണ്ട്, ഷാജി. അവളും ഇങ്ങനെ എൻ്റെ പഠിച്ചോന് എല്ലാം എൻ്റെ പഠിച്ചോനോടെ ഞാൻ പറയുന്നത്. എൻ്റെ പഠിച്ചോൻ നിങ്ങൾക്ക് പഠിച്ചോൻ ഒരാൾക്ക് മാത്രമായിട്ടില്ല എന്നല്ല, പഠിച്ചവൻ എല്ലാവർക്കും ഇല്ലതാണ്. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു പഠിച്ചവനോട് ഒരു കാര്യം പറയുമ്പം ആദ്യം അവനവൻ നന്നായിരിക്കണം, എന്നിട്ടേ നമ്മളെ പഠിച്ചവനോട് എന്ത് കാര്യം നമ്മളെ പഠിച്ചവൻ എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് പരിചയപ്പെടാൻ പറ്റും കേട്ടോ. നല്ല കുടുംബത്തിൽ പിറന്ന ആൾക്കാർ, നല്ല അച്ചടക്കത്തോടു കൂടെ വളർന്ന മാതാപിതാക്കളുടെ മക്കൾ ഇങ്ങനെ തലയിൽ തട്ടുകൂടാണ്ടും മറ്റും എന്താ പറയുക, ഇത് അവനവൻ്റെ മതത്തെ വെറുത്തിട്ട് മറ്റുള്ള മതത്തെ സ്നേഹിച്ചിട്ട് അങ്ങനെ അതിൽ കുറേ പ്രവൃത്തികൾ ചെയ്തിട്ടൊക്കെ. ഇവളൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, ഇവൾ പറഞ്ഞത് ഉമ്മ 4 ഉംറയൊക്കെ ചെയ്തെന്നാണ് പറഞ്ഞത്. 4 ഉംറയൊക്കെ ചെയ്ത ആ ഉമ്മാൻ്റെ ഒരു മോളാണ് ഇന്ന് ഒരു തട്ടം വരെ തലയിലിടാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു. അതിൻ്റേതായ ആ മാതാപിതാക്കൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു അംശങ്കും ആ ബ്ലഡിൽ ഉണ്ടാവണം. ആ ഒരു അച്ചടക്കവും അവരിതും. ഇവൾ പിന്നെ ഇപ്പം എന്താ പറയുക, കണ്ണൻ്റെ ചിത്രം വരച്ചിട്ട് പ്രശസ്തി നേടിയ ഒരു എന്താ പറയുക കലാകാരിയാണ് ജസ്ന സെലിം. പക്ഷെ ഇവളെ നടത്തും കാര്യങ്ങളൊക്കെ ഒരു അരുൺ എന്ന് പറഞ്ഞൊരു കിരൺ അങ്ങനെ ആറ്റം പറഞ്ഞൊരു വ്യക്തിയുടെ കൂടെയാണ്. ജസ്ന സലീമിന് പേരുവിട്ട് തലയിൽ തട്ടുമില്ല ഒന്നുമില്ലാണ്ട് എന്താ പറയുക ഹിന്ദുക്കളെ കൂടെയാണ് ഇവളെ കറക്കം തേച്ചും. അതിന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ എതിർത്തിട്ട് അവരൊരിക്കൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഇവർ നന്നായിട്ട് ഷൗട്ട് ചെയ്ത ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതാ പറഞ്ഞത്, ആദ്യം നമ്മൾ നന്നാവണം, എന്നിട്ടേ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമ്മൾ വടക്കായിട്ട് മറ്റുള്ളവരെ പറയാൻ പോയി കഴിഞ്ഞാൽ ആരും നിങ്ങളെ വില വെക്കൂല, നിങ്ങളെ വാക്കും കൂടെ ഒരു എന്താ പറയുക അത് ബഹുമാനിക്കൂല, ഒരു വാക്കിന് പോലും നിങ്ങളെ ബഹുമാനിക്കൂല. എന്നാൽ നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് ആ കമൻറ്റ് ചെയ്ത വ്യക്തികളെ പോയിട്ട് എന്താ പറയുക കുറേ പരിപാടിയുടെ ഇടയ്ക്ക് പോയിട്ട് കുളമാക്കി